ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. നമ്മൾ ഹദീസ് ക്ലാസ്സാണ്, നിയ്യത്ത് എന്ന വിഷയമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിലേക്കുള്ള ചില ഹദീസുകൾ നമ്മൾ വായിച്ചു കഴിഞ്ഞു. ഇനി ബാക്കി ചില ഹദീസുകളാണ് ചർച്ച ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഹദീസ് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു നിന്നുള്ള ഉദ്ധരിച്ച ഒരു ഹദീസാണ്. ജാബിർ ബിൻ അബ്ദുല്ലാഹിൽ അൻസാരി എന്ന് പറയുന്ന സഹാബിയിൽ നിന്നാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ ദരിദ്രനായ പിതാവ് മരിച്ചപ്പോൾ ഒരുപാട് കടബാധ്യത ഉണ്ടായിരുന്ന സഹാബിയാണ് ആര്? ജാബിർ റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മോചിതത്ത് വഴി ആ സഹാബിയുടെ കടം വീട്ടി കൊടുക്കേണ്ടത് അല്ലേ? എന്താ ചെയ്തത്? നബിതങ്ങൾ എന്ത് ചെയ്തു? കുറച്ച് ഈത്തപ്പഴങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടു വെക്കാൻ പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്യും? എല്ലാ കടക്കാരെയും വിളിക്കാൻ പറഞ്ഞു. എന്നിട്ട് കടം കൊടുക്കാനുള്ള ആളുകൾക്ക് അതിന് പകരമായി ഈത്തപ്പഴം എന്ത് ചെയ്തു? നബിതങ്ങൾ കൂട്ടിയിട്ട് കുറച്ചുള്ള ഈത്തപ്പഴത്തിനെടുത്ത് അളന്ന് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ എല്ലാ കടക്കാർക്കും എന്ത് ചെയ്തു? അതിൽ നിന്ന് ഫുള്ള് അളന്ന് കൊടുത്തു. കുറഞ്ഞ ഈത്തപ്പഴം കൊണ്ട് തന്നെ അത് അളന്ന് കൊടുത്തു. എത്രയായാലും എല്ലാവർക്കും കൊടുക്കാനുള്ള അളവിലേക്ക് അത് അതിൻ്റെ ബർക്കത്തുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ സഹാബിയുടെ കടം വീടിയത്. അപ്പോൾ നബിതങ്ങളുടെ കൂടെ എല്ലാ യുദ്ധത്തിനും ജാബിർ റളിയല്ലാഹു അൻഹു പങ്കെടുത്തിട്ടുണ്ട്. ബദറിലും ഉഹദിനും എന്ത് ചെയ്തിട്ടില്ല, പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അന്ന് അവരുടെ പിതാവാണ് ബദറിലും ഉഹദിനും പങ്കെടുത്തത്. ഉഹദിനാണ് പിതാവ് മരണപ്പെട്ടത്. അപ്പോൾ പിതാവ് എന്ത് ചെയ്യും? മുഴുവൻ പെൺകുട്ടികളാരും നോക്കാനും വീട് നോക്കാനും എന്ത് ചെയ്തു? മകനോട് പറഞ്ഞു, നീ വീട്ടിലിരിക്കും, ഞാൻ യുദ്ധത്തിന് പൊയ്ക്കോളാം എന്ന് പറഞ്ഞിട്ടാണ് പിതാവ് മകനെ ഏൽപ്പിച്ചു. അങ്ങനെ പിതാവ് യുദ്ധത്തിന് പോയി. പിന്നീട് പിതാവ് ആ യുദ്ധത്തിൽ ഷഹീദാവുകയാണ് ഉണ്ടായത്. അപ്പോൾ ബദരീങ്ങളിൽപ്പെട്ട ആളല്ല ആര്? ജാബിർ റളിയല്ലാഹു അൻഹു. അവസാന സമയത്ത് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു എന്നാണ്. മദീനയിൽ മരണപ്പെട്ട അവസാന സഹാബികളിൽപ്പെട്ടയാളാണ് ജാബിർ റളിയല്ലാഹു അൻഹു. മദീനയിൽ ഏത് സഹാബിയാണ് അവസാനം മരണപ്പെട്ടതെന്ന് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതിൽ നിർദ്ദേശിക്കപ്പെടുന്ന ഒരു മദീനയിൽ അവസാനം മരണപ്പെട്ട ഒരു സഹാബിയായിട്ട് പരിഗണിക്കപ്പെടുന്ന ഒരു സഹാബിയാണ് ജാബിർ റളിയല്ലാഹു അൻഹു. അപ്പം ഹദീസ് ഉദ്ധരിക്കുന്നിടത്ത് ജാബിർ റളിയല്ലാഹു അൻഹു തൊട്ട് ഹദീസ് ഉദ്ധരിക്കുമ്പോഴൊക്കെ ഹദീസ് എങ്ങനെ പറയാ? റളിയല്ലാഹു അൻഹുമാ എന്നാ പറയാം. അൻഹുമാ എന്താ? അവർ രണ്ടാളും അവിടെ ജാബിർ റളിയല്ലാഹു ഒരാളുള്ളൂ. അൻഹു അല്ലേ നമ്മൾ സാധാരണ പറയാം. അവിടെ അൻഹുമ ജാബിർ റളിയല്ലാഹു അൻഹു പറയുമ്പോൾ അവിടുത്തെ അൻഹുമ എന്ന് പറയാൻ കാരണം എന്താണ്? അവരും അവരുടെ പിതാവും ആരായിരുന്നു? സഹാബിയായിരുന്നു. രണ്ടുപേരും തൃപ്തിക്ക് അർഹതയുള്ള ആളുകളാണ്. ഇനി പറയാണ്, ഹദീസ് ഇങ്ങനെ വായിക്കാം. കുന്ന മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയായിരുന്നു. ഫീ ഒസാത്തിൻ, ഒരു ഒസാത്ത്, ഓസിൻ്റെ ഓസി എന്ന് പറഞ്ഞാൽ എന്താണ്? പോരാളി എന്നാണ്. യുദ്ധം ചെയ്യാൻ പോകുന്ന ആൾക്കാണ് ഇത് പറയാ ഓസി എന്ന് പറയാം. ഒസാത്ത് പറഞ്ഞ പോരാളികൾ, അതിൻ്റെ ജമ്മാണ്. അപ്പോൾ ഒരു യുദ്ധത്തിന് പോകുന്ന ഒരു സൈനിക സമൂഹത്തിൻ്റെ കൂട്ടത്തിലായിരുന്നു എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ എവിടെയായിരുന്നു? അതൊരു തബൂക്ക് യുദ്ധമായിരുന്നു. തബൂക്കിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും പോകുന്ന യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നത്. തബൂക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. വേറെ റിപ്പോർട്ടിൽ ഇത് തബൂക്ക് എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പം ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. തബൂക്കറിൻ്റെ ശരിക്കും എന്താണ്? തബൂക്ക് എവിടെയാണ്? തബൂക്ക് എന്ന് കേട്ടാൽ വിചാരിക്കുമ്പോൾ വളരെ അടുത്താണ് മദീന. പക്ഷെ മദീനത്തിന് വളരെ ദൂരമുള്ള സ്ഥലമാണ് ഇവിടെ തബൂക്ക്. 700ഓളം കിലോമീറ്റർ ഉണ്ട് മദീനയിലേക്ക്. ഏകദേശം 1000-ൽ താഴെ കിലോമീറ്റർ ഉണ്ട് തബൂക്കിലേക്ക്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സഹാബികൾ തബൂക്കിലേക്ക് പോകണമെങ്കിൽ ഏകദേശം ഒരു മാസം എടുക്കും. നല്ല ഫാസ്റ്റ് പോയാൽ തന്നെ 3 ആഴ്ച എടുക്കും. കുറച്ച് അയഞ്ഞു പോയാൽ 4 ആഴ്ച എടുക്കും. അപ്പം 4 ആഴ്ച യാത്ര ചെയ്തിട്ടാണ് തബൂക്ക് യുദ്ധത്തിന് ആര് പോകുന്നത്?
റസൂലുള്ളാഹിയും സഹാബികൾ പോകുന്നത്. നമ്മളിന്ന് രാവിലെ ഉച്ചയാകുമ്പോഴത്തേന് വൈകുന്നേരമായി പെരയിലെത്തി കിട്ടാൻ വേണ്ടി പുതിയ വെച്ചിരിക്കുന്ന കാലമാണ്. അന്ന് ഭക്ഷണങ്ങളില്ല. ഭക്ഷണമൊക്കെ താങ്ങിപ്പിടിച്ച് ഒപ്പിച്ച് 4 ആഴ്ച യാത്ര ചെയ്തിട്ടാണ് അവിടെ പോയിട്ട് എന്ത് ചെയ്യുന്നത്, യുദ്ധം ചെയ്യുന്നത്. തബൂക്ക് യുദ്ധം അങ്ങനെ ഉണ്ടായിരുന്നത്. ജോർദാന്റെ അടുത്താണ്. തബൂക്കിന് അടുത്ത സ്ഥലം ജോർദാന്റെ ഭാഗമാണ്. ജോർദാനിലേക്ക് കുറച്ചൊക്കെ അടുത്താണെന്ന് പറയാം. നന്നടുത്തല്ല, പിന്നെ അടുത്തുള്ള സ്ഥലം ജോർദാനാണ്. ഇന്ന് നമ്മൾ വാഹനത്തിൽ പോകണമെങ്കിൽ തന്നെ മദീനയിൽ നിന്ന് 7 മണിക്കൂറോളം എടുക്കും, തബൂക്കിലേക്ക് എടുക്കും. അപ്പം ആ തബൂക്കിലേക്കാണ് ഞങ്ങൾ പോകുന്ന വഴിയിലായിരുന്നു, നബിയുടെ കൂടെയായിരുന്നു. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ബിൽ മദീനത്തി ലറിജാലൻ, തീർച്ചയായിട്ടും മദീനയിലുണ്ട് ലറിജാലൻ, ചില. റിജാല് എന്ന് പറഞ്ഞാൽ എന്താ? റിജാല് എന്നാ പുരുഷന്മാർ എന്ന അർത്ഥം വെക്കാം ഇവിടെ. കാരണം യുദ്ധത്തിന് പോകുന്ന ആരാണ്? പുരുഷന്മാരാണ്. അപ്പം ചില പുരുഷന്മാരായ സഹാബികൾ മദീനയിൽ ഉണ്ട് എന്നിട്ട് പറയാണ്, അവർക്ക് എന്തിനു വരാൻ കഴിഞ്ഞിട്ടില്ല? യുദ്ധത്തിന് നമ്മളെ കൂടെ വരാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അവർ മദീനയിലുണ്ട്, അവർക്ക് വരാൻ പറ്റിയിട്ടില്ല. അങ്ങനത്തെ കുറച്ച് ആളുകൾ ഇവിടെ ഉണ്ട്, മദീനയിലുണ്ട്. എന്നിട്ട് പറയാണ്, മാ സിർത്തും മസീറൻ, നിങ്ങൾ പോകുന്ന മാ സിർത്തും, നിങ്ങൾ സഞ്ചരിച്ചിട്ടില്ല. മസീറൻ, ഒരു പോകുന്ന സ്ഥലത്തേക്കും നിങ്ങൾ സഞ്ചരിച്ചിട്ടില്ല. ഒരു വിഷയം പറയാൻ വേണ്ടി പറയട്ടോ, അറബിയിലെ ഒരു പ്രയോഗ ശൈലിയാണത്. അതായത് നിങ്ങൾ യാത്ര ചെയ്യുന്ന സ്ഥലവുമില്ല. വല കത്തായത്തും വാദിയൻ, ഒരു താഴ്വാരവും നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, കടന്നു പോയിട്ടില്ല. കത്താറിന് എന്താ? മുറിക്കാന്നാണ് എന്താ? അത് കഷ്ണിച്ച് ഓവർടേക്ക് ചെയ്ത് പോവാം. അപ്പൊ നോക്കൂ, ഒരു വാദിയ നമുക്കറിയില്ലോ. വാദി അറേബ്യയിലെ സ്ഥിരം പ്രയോഗമാണ്. വാദി പറഞ്ഞാൽ എന്താ? മലന്റെ ചെരുവിന് ഉദ്ദേശിക്കുന്നതാണ്. ചെരുവിലൂടെ മലഞ്ചെരുവിലൂടെ പിന്നെ വെള്ളം ഒലിക്കുന്ന സ്ഥലത്തിനാണ് ഏത് പറയുന്നത്? വാദി എന്ന് പറയാം. അപ്പോൾ ഒരു ചെരുവും നിങ്ങൾ നിന്നിട്ടില്ല, ഒരു താഴ്വാരവും നിങ്ങൾ കടന്നു പോയിട്ടില്ല, ഒരു യാത്ര ചെയ്യുന്ന സ്ഥലവും നിങ്ങൾ പാസ് ചെയ്തിട്ടില്ല. എല്ലാ കാനവും മഴക്കും അവൻ നിങ്ങളോട് കൂടെ ആയിട്ടല്ലാതെ എന്ന് പറഞ്ഞാൽ എന്താണ്? മദീനയിൽ കുറച്ച് ആൾക്കാരുണ്ട്. ആ ആളുകൾ പ്രത്യേകം എന്താണ്? അവരിപ്പോൾ നിലവിൽ നിങ്ങളുടെ കൂടെ ഉണ്ടോ? ഇല്ല. പക്ഷേ യഥാർത്ഥത്തിൽ അവർ നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഓരോ മലഞ്ചെരു ചവിട്ടി പോകുമ്പോഴും ഓരോ യാത്ര സ്ഥലത്തുമ്പോഴും നിങ്ങളുടെ കൂടെ ലൈവായിട്ട് ആരുണ്ട്? അവരും ഉണ്ട് എന്ന് ആര് പറഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഏതർത്ഥത്തിലാണ് അവരുണ്ട് എന്ന് പറയുന്നത്? ഏതർത്ഥത്തിലാ അവരവിടെ? അവരോട് ഉണ്ടോ? ഇല്ലല്ലോ. ഒരു നബിതങ്ങളും സാഹിബികളുടെ കൂട്ടത്തിൽ അവിടെ ഉണ്ടോ? ഇല്ല. പിന്നെ നിങ്ങളെ കൂടെ ഇല്ല. വേറെ റിപ്പോർട്ടിൽ കാണാം, ഇല്ല ഷറക്കൂക്കുന്നാണ്, അവർ നിങ്ങളുടെ കൂടെ പങ്കു ചേർന്നിട്ടല്ലാതെ ഇല്ല എന്നാ. അപ്പൊ ലൈവില് സത്യത്തിൽ ഇവരെ കൂടെ ഇല്ല, എന്നാൽ അവർ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. അപ്പൊ എന്താണ്? പ്രതിഫലത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലത്തിന്റെ അതേ പങ്കിൽ, അതേ വിഹിതത്തിൽ നിങ്ങൾക്ക് ഇരട്ടി പ്രതിഫലം എന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ പോകുമ്പോൾ അതേ ഇരട്ടി പ്രതിഫലം എന്ന് പറഞ്ഞു. അതിലെന്തില്ല? അവർ വീട്ടിലിരുന്നോണ്ട് കുറയുന്നില്ല. അവർ വീട്ടിൽ ഇല്ല ഷറക്കൂക്കും ഫില്ലജറി എന്ന ചില റിപ്പോർട്ടില് പ്രതിഫലത്തിൽ നിങ്ങളെ കൂടെ ഉണ്ട് എന്നാ. അപ്പൊ നിങ്ങളോട് കൂടെ അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, എങ്ങനെ? യുദ്ധത്തിന് പോയി വരുന്നൊരു കൂലി മാത്രമല്ല, നിങ്ങൾ ചവിട്ടി പോകുന്ന ഓരോ താഴ്വാരവും, നിങ്ങൾ പാസ് ചെയ്യുന്ന ഓരോ യാത്രാസ്ഥലവും, അവിടെയൊക്കെ അതിലൂടെയൊക്കെ നിങ്ങളുടെ കൂടെ ആരുണ്ട്? മദീനയിലെ ചില ആളുകളുണ്ട്, ചില സഹാബികളുണ്ട്. അവർ പക്ഷേ യുദ്ധത്തിൽ നിലവിൽ നിങ്ങളുടെ കൂടെ ഇപ്പോൾ ഇല്ല. എന്താ കാരണം? അപ്പൊ അവർക്കും നിങ്ങൾ അതേ കൂലി കിട്ടും. അബസഹുമുൽ മറന്നു, അവരെ ഇങ്ങനെ വരാതിരിക്കാൻ അവർക്ക് തടസ്സമായ കാരണം മറന്നു. ഏതാണ് മറന്നു? പറഞ്ഞ എന്താ? രോഗമാണ്. അപ്പൊ രോഗിയായതുകൊണ്ട് എന്തില്ല, അവർക്ക് നിങ്ങളെ കൂടെ വരാൻ പറ്റാത്തതുകൊണ്ടാണ്.
അപ്പം നെയ്യത്ത് കൊണ്ട് അതായത് രോഗിയായ അതുകൊണ്ട് കാരണം കൊണ്ട് യുദ്ധത്തിന് വരാൻ പറ്റാത്ത സഹാബികൾക്ക് എന്തുണ്ട്, വീട്ടിലിരുന്നാലും അള്ളാഹു തആല എന്ത് ചെയ്യും, അവർക്കതിൻ്റെ പ്രതിഫലം കൊടുക്കും. അപ്പം അവർക്ക് അള്ളാഹു തആല യുദ്ധം ചെയ്യുന്ന സഹാബികളുടെ പ്രതിഫലം കൊടുക്കാൻ കാരണം എന്താ, അവർക്ക് എന്തുണ്ട്, നീയത്താണ്. ഞങ്ങൾക്ക് വയ്യാത്ത വണ്ണാണ്, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഞങ്ങൾ ഇവരെ കൂടെ ആവശ്യത്തിന് പോയിരുന്നു എന്ന നീയത്ത് അവർക്കുണ്ട്. അപ്പം ആ നീയത്ത് കൊണ്ട് തന്നെ അതേ കൂലി കിട്ടുന്നതാണ്, അതേ കൂലി കിട്ടുന്ന. അതിനെന്തില്ല, നീയത്തല്ലേ, പോയിട്ടില്ലല്ലോ, അതുകൊണ്ട് അവരത്ര ഉണ്ടാവില്ല, കുറച്ചൊക്കെ നിന്ന് കുറക്കാമെന്നല്ല, പ്രതിഫലത്തിൽ ഇവർ തുല്യരാണെന്നാ. അപ്പം നെയ്യത്തുണ്ടെങ്കിൽ നമുക്ക് ചില സംഗതികൾ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും പങ്കെടുത്ത അതേ കൂലി നമുക്കെന്നും കിട്ടും. അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യണം, നെയ്യത്ത് നമ്മൾ എന്ത് ചെയ്യണം, നന്നാക്കണം. പള്ളിയിൽ ജമാഅത്ത്, ഞാൻ പറഞ്ഞില്ലേ, പള്ളിയിൽ ജമാഅത്ത് ബാങ്ക് കൊടുക്കുന്നുണ്ട്, നമുക്ക് എന്തുണ്ട്, പോകാൻ നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ നെയ്യത്ത് കൊണ്ട് എന്ത് ചെയ്യില്ല, അതായത് രോഗം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പോകാൻ പറ്റണില്ല. ചിലപ്പോൾ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ഒറ്റയ്ക്ക് പോയാലും അപകടമാണ്. അല്ലെങ്കിൽ വിദഗ്ധ ഡോക്ടർ നമ്മൾ പറയണം, എന്ത്, നിങ്ങളിപ്പോൾ അങ്ങോട്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് എന്താണ്, നമുക്ക് പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ജമാഅത്തിൽ പങ്കെടുത്ത അതേ കൂലി നമുക്ക് എന്ത് കിട്ടും, വീട്ടിലിരുന്നാലും കിട്ടും. ഇപ്പം മിഞ്ഞാന്ന് നമ്മളെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന സഹോദരൻ, അദ്ദേഹം വിദേശത്താണ്, അദ്ദേഹത്തിന് ഭയങ്കര പനി വന്നിട്ട് ചുമക്ക് പോകാൻ കഴിയുന്നില്ല. അപ്പോൾ വിഷമത്തിൽ മെസ്സേജ് അയച്ചിന് പോകാൻ പറ്റില്ല, അവന് പോകേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. കാരണം ഉദറുണ്ട്, ചുമക്ക് പങ്കെടുത്ത കൂലി മുഴുവൻ എവിടെ നിന്ന് കിട്ടും, റൂമിൽ നിന്ന് കിട്ടും. അപ്പൊ ഈ ഹദീസ് പഠിപ്പിക്കുന്ന എന്താണ്, ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മനസ്സിലാക്കുന്നത് ഞാൻ പറയാം. ഫലിസിഹത്തി നെയ്യത്തി അതാഹുമല്ലാഹു മിസ്ല അജ്റിൽ മുബാശിറീന, നെയ്യത്തിൻ്റെ നല്ല അവസ്ഥക്കനുസരിച്ച് അതേമാതിരി പങ്കെടുക്കുന്ന ആരൊക്കെ ഉണ്ടോ ആ പങ്കെടുത്ത പ്രസൻ്റുള്ള ആളുകൊണ്ട് അതേ കൂലിയാക്കി കിട്ടുന്ന അതേ കൂലി കിട്ടും. അല്ല, നെയ്യത്തായതുകൊണ്ട് കുറച്ച് കൂലി കുറക്കുക, പങ്കെടുക്കുന്നത് കുറച്ച് കൂലി കൂടാം. ചിലപ്പോൾ പങ്കെടുക്കുന്നത് ചിലപ്പോൾ കൂലി കുറയാനും നെയ്യത്ത് നല്ലവന് കൂലി കൂടാനും ചാൻസും ഉണ്ട്. അങ്ങനെ എന്താണ്, പങ്കെടുക്കുന്നത് ചിലപ്പോൾ കുറച്ച് ആളുകളിൽ ഷോഫ് കാണിക്കാനും പിന്നെ ശക്തി തെളിയിക്കാനും ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഭൗതിക ലാഭം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കൂലി പോവും. പങ്കെടുത്തവനക്ക് വയ്യാത്തതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ദീനിനെ ഞാൻ സഹായിക്കും, അല്ലെങ്കിൽ ജമാഅത്തിനും പോവും, എനിക്ക് വയ്യാത്തതുകൊണ്ട് മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് അയാളുടെ വീട്ടിലിരിക്കുകയാണ്. അപ്പം ചിലപ്പോൾ പങ്കെടുത്തവനേക്കാളും കൂലി ആർക്കാണ് കിട്ടുക, വീട്ടിലിരിക്കുന്നവനാണ് കിട്ടുക. അപ്പം നെയ്യത്തറ സംഗതി എന്താണ്, വലിയ സംഗതിയാണ്. അപ്പോൾ വഫീ റിവായത്തില്ല ശരീക്കൂക്കും ഫിൽ അജ്റി, ചില റിപ്പോർട്ടിൽ ഇങ്ങനെ തന്നെയുണ്ട്, പ്രതിഫലത്തിൽ നിങ്ങൾ അതേ പങ്ക് അവർക്കുമുണ്ട് എന്നുണ്ട്. റവാഹു മുസ്ലിം, ഇത് ഇമാം മുസ്ലിം ഉദ്ധരിച്ചാണ്. ഇനി അടുത്ത ഹദീസ് ഇതിനോട് സാമാന്യമുള്ള വേറെ ഹദീസ് പറയാം. ഇത് റവാഹുൽ ബുഖാരി, ഇമാം ബുഖാരി ഉദ്ദേശിച്ചൊരു ഹദീസാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അനസ് റളിയല്ലാഹു അൻഹു, ഇത് അനസ് റളിയല്ലാഹു തൊട്ടുള്ള ഹദീസാണ്. സത്യത്തിൽ ഈ അനസ് റളിയല്ലാഹുവിനെ പറ്റി പറയുന്ന ഈ ഹദീസും ഈ ജാബിർ റളിയല്ലാഹു തൊട്ട് പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസും ഇനി പറയാൻ പോകുന്ന ഹദീസും, ആദ്യത്തെ ഞാൻ പറഞ്ഞ ഹദീസ് മുസ്ലിം ഉദ്ധരിച്ചാണ്, ഇപ്പോഴത്തെ ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിച്ചാണ്. പക്ഷെ മുത്തഫഖുൻ അലൈഹി അല്ല. ശരിക്കും ഇമാം ബുഖാരിയും മുസ്ലിമും ഇമാം ബുഖാരിയും ഉദ്ധരിച്ച ഹദീസുകൾക്ക് എന്താ പറയല്, മുത്തഫഖുൻ അലൈഹി എന്നാ. പക്ഷെ ഇതിന് മുത്തഫഖുൻ അലൈഹി എന്ന് പറയാൻ പറ്റില്ല. ഇത് ജാബിർ റളിയല്ലാഹു ഉദ്ധരിച്ച് മുസ്ലിമിനുണ്ട്, ഇനി അനസ് റളിയല്ലാഹു തൊട്ട് പറയുന്ന ഹദീസ് ബുഖാരിയിലുണ്ട്. രണ്ടും സെയിം അർത്ഥമാണ്, സെയിം ആശയാണ്. പക്ഷെ മുത്തഫഖുൻ അലൈഹി അല്ല. ഹദീസ് മുത്തഫഖുൻ അലൈഹി എന്നുള്ള രണ്ട് കൂട്ടം, അതിൻ്റെ മേല് ബുഖാരിയും മുസ്ലിമും ഏകോപിപ്പിച്ചത് എന്നാണ്. അതാണ് ഏറ്റവും വലിയ ഹദീസ്, സ്വീകാര്യത്തിന് ഏറ്റവും വലിയ ഹദീസ്. പക്ഷെ ഇത് രണ്ടും മുത്തഫഖുൻ അലൈഹി ആവാത്ത കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത്, അപ്പൊ ഹദീസ് നിദാനത്തിന്റെ ഒരു കണിശതാണ് ഇവിടെ പറയുന്നത്. എന്താ, മുത്തഫഖുൻ അലൈഹി ആകണ എന്താണോ, രണ്ട് കൂട്ടരും ഉദ്ധരിച്ച രണ്ട് കൂട്ടരും ഹദീസിൽ ഹദീസ് നിവേദകനും ഒരാളാകണം, ഹദീസിന്റെ പദവും ഒന്നാകണം.
അവിടെ ജാബിർ റളിയല്ലാഹു അൻഹു ഇവിടെ അനസ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, ആ മുത്തഫഖ് അലൈഹി അല്ലാതെ ആവും. സംഗതി ഒരേ ഹദീസ് തന്നെ. അപ്പോൾ കുറേ ഹദീസുകൾ മുത്തഫഖിന് അലൈഹിയുള്ള എല്ലാ ചാൻസും ഉണ്ട്. പക്ഷെ നമ്മൾ കണ്ടീഷൻസ് ഒക്കാത്തതുകൊണ്ട് മുത്തഫഖിന് അലൈഹിന്റെ ലിസ്റ്റിൽ നിന്ന് മാറ്റാണ്. ഇപ്പം ഈ രണ്ടോ ഹദീസ് ശരിക്കും എന്താ ബുഖാരി മുസ്ലിമിനുള്ളതാണ്. പക്ഷെ മുത്തഫഖിന് അലൈഹിയാകാത്ത കാരണം എന്താ, ഒന്ന് ജാബിർ റളിയല്ലാഹു അൻഹു ആണ്, ഒന്ന് അനസ് റളിയല്ലാഹു അൻഹു ആണ്. പിന്നെ പദത്തിൽ ചെറിയ മാറ്റമുണ്ട്. അപ്പം അതുകൊണ്ടൊന്ന് വായിക്കാം. വാൻ അനസ് റളിയല്ലാഹു അൻഹു റജഅന മിൻ ഗസ്വതി തബൂക, ഞങ്ങൾ തബൂക്ക് യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു വന്നു. മാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ കൂടെ. ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, തബൂക്ക് യുദ്ധത്തിൽ. അപ്പം മനസ്സിലാക്കണം എന്താ, തബൂക്ക് യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്താണ് റസൂലുള്ളാഹി പറഞ്ഞിട്ടുള്ളത്. എന്താ പറഞ്ഞത്? ഇന്ന അഖ്വാമൻ ഖലഫനാ ബിൽ മദീന, ഇന്ന അഖ്വാമൻ, ചില ആളുകൾ, ചില പുരുഷന്മാരെന്നാണ്. കൗമ് എന്നതിന് ചിലപ്പോൾ ജനത എന്നാണെങ്കിലും ചിലയിടത്ത് അതിൻ്റെ സാഹചര്യത്തിനനുസരിച്ച് ആണുങ്ങൾ നിന്ന് വെക്കും. അപ്പം ലാ യസ്അർ ഖൗമുൻ അൻ ഖൗമിൻ വലാ യസ്അർ നിസാഉൻ അൻ നിസാഇൻ. ഖുർആനിൽ ആയത്ത് കാണാം, ഒരു കൗമും ഒരു കൗമിനെ പരിഹസിക്കരുത്, ഒരു സ്ത്രീയും ഒരു സ്ത്രീയെ പരിഹസിക്കരുത്. അപ്പോൾ അവിടെ ആയത്തിന്, അപ്പോൾ നമുക്കവിടെ ഏറ്റവും നല്ല അർത്ഥം വെക്കാൻ നല്ലത്, അവിടെ കൗമെന്നുള്ളത് ഒരു പുരുഷൻ ഒരു പുരുഷനെയും പരിഹസിക്കരുത്, ഒരു സ്ത്രീയെയും പരിഹസിക്കരുത് എന്ന് വെച്ചാൽ പുരുഷനായ സ്ത്രീ. അപ്പോൾ കൗമെന്നുള്ള സൂചിപ്പിക്കുക സാഹചര്യത്തിനനുസരിച്ച് കൗമിൻ്റെ അർത്ഥങ്ങളൊക്കെ മാറും. പൊതുവെ നമ്മൾ കൗമ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, എല്ലാം കൂടി ഒരു ജനതക്കാണ് പറയുക അല്ലേ. എന്നാൽ സാഹചര്യത്തിനനുസരിച്ച് കൗമ് എന്നുള്ളതിന് അർത്ഥം മാറും. ഇവിടെ കൗമ് എന്ന് പറയുന്നത് മദീനയിലെ ചില പുരുഷന്മാരെന്നർത്ഥമാണ്. മാ ഖലഫന മിൻ ബിൽ മദീന, അവർ മദീനയിൽ നമ്മുടെ പിന്നിലുണ്ട്. മാ സലക്കന ഷഅബൻ, നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല ഒരു ഷഅബ്. ഷഅബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷഅബ് എന്ന് പറഞ്ഞാൽ നബിസ്വല്ലല്ലാഹു ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, രണ്ട് മലൻ്റെ ചെരുവിൽ എന്ത് കാണും, സൈഡിൽ കൂടെ ഒരു വഴി കാണും. ആ വഴി കൂടെ അങ്ങോട്ട് വെളിച്ചം കാണും. രണ്ട് മല ഇങ്ങനെ കാണാം, അതിൽ കൂടെ എന്ത് ചെയ്യും, ഒരു വെളിച്ചം ഉണ്ടായിട്ട്, വെളിച്ചം എന്ന് പറഞ്ഞാൽ ഒരു വിടവുണ്ടാവും. ആ സൈഡിൽ കൂടി ഇങ്ങനെ പോകുന്നതിനാണ് ഏത് പറയുക, ഷഅബ് എന്ന് പറയാം. മലഞ്ചെരിവ് എന്ന് വേണമെങ്കിൽ പറയാം. മലയുടെ ചെരിവിലുള്ള വഴികൾക്കാണ് ഇത് പറയുന്നത് ഷഅബ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മലം ചെരിവ് നിങ്ങൾ കടന്നിട്ടില്ല, നമ്മൾ പ്രവേശിച്ചിട്ടില്ല. വല വാദിയൻ, വാദിയൻ നമ്മൾ അറിഞ്ഞു, വെള്ളം ഒലിക്കുന്ന സ്ഥലങ്ങൾ, അതും നമുക്ക് ക്രോസ് ചെയ്ത് വിട്ടില്ല. ഇല്ലാ വഹും മഅന, അവർ നമ്മളെ കൂടെ ഇല്ലാതായിട്ടില്ല. ഹബസോമുൽ ഉദുറു, അവർക്ക് കാരണങ്ങളാണ് അവരെ തടഞ്ഞത്, അല്ലെങ്കിൽ അവർ നമ്മളെ കൂടെ ഉണ്ടാവും. അപ്പോൾ പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ അവർ തീർച്ചയായിട്ടും നമ്മളെ കൂടെ ഉണ്ട്. നമ്മൾ ഓരോ താഴ്വാരും ചവിട്ടുമ്പോൾ ആ ചവിട്ടിന കൂടെ നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്തുണ്ടോ അതിലൊക്കെ ആരുണ്ട്, അവന് ഉണ്ട് എന്ന് ശാസ്ത്രം വീണ്ടും പറയും. അപ്പം ഈ രണ്ട് ഹദീസുകളും നബിതങ്ങൾ യുദ്ധ സാഹചര്യത്തിൽ പറഞ്ഞാണ്. ഈ രണ്ട് ഹദീസിലും നബിതങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് നെയ്യത്തിൻ്റെ പ്രാധാന്യമാണ് അല്ലേ. ഞാൻ വീണ്ടും പറയാണ്, നെയ്യത്തിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ നെയ്യത്ത് കൊണ്ട് ചിലപ്പം പണിയെടുക്കുന്ന അതേ കൂലി നമുക്ക് കിട്ടും. പണിയെടുക്കുന്ന ആളുകൊണ്ട് അതേ കൂലി. അപ്പം ചില അസുഖങ്ങൾ കാരണം ചിലപ്പം നോമ്പ് നോക്കാൻ പറ്റാതായി, നമുക്ക് നല്ല നെയ്യത്തുണ്ടെങ്കിൽ എന്ത് ചെയ്യും, കറക്റ്റ് ഫുൾ ഫ്ലഡ്ജിൽ നോമ്പൊക്കെ ആളെ കൂലി നമുക്ക് കിട്ടും അല്ലേ, കിട്ടൂലേ? കിട്ടും. നമ്മളെ ഡോക്ടർ പറയുന്നത് നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് എന്ത് ചെയ്യാം, നോമ്പിൻ്റെ അതേ കൂലി നമുക്ക് കിട്ടും. ഇനി നോക്കാം, ഒരു ഹദീസ് ഞാൻ പറയാണ്. ഇനി ഒരു സഹാബിയും ഒരു പിതാവും തമ്മിലുണ്ടായിരുന്ന ഒരു ഇഷ്യൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നെയ്യത്ത് കൊണ്ട് പരിഹരിച്ചതാണ് ഞാൻ പറയുന്നത്. നോക്കാം, ഒരു സഹാബി അദ്ദേഹത്തിൻ്റെ മകനും തമ്മിലുണ്ടായിരുന്ന ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു. ആ വിഷയം എന്ത് ചെയ്തു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിഹരിച്ച് സോൾവ് ആക്കിയത് എങ്ങനെയായിരുന്നു, നെയ്യത്ത് ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പം രണ്ടാളും പ്രശ്നം തീർന്ന്. ഹദീസാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. അൻ അബി യസീദ മഅൻ ബിൻ യസീദ് ബിൻ അഖ്നസ് റളിയല്ലാഹു അൻഹും എന്നാണ് ഇവിടെ ഹദീസ് പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുള്ളത്. അതായത് അബി യസീദ്, ഞാൻ ഹദീസ് ഒന്ന് വായിക്കാം, ശ്രദ്ധിക്കട്ടോ.
അബി യസീദ് എന്ന് പറയുന്ന സഹാബിയിൽ തൊട്ടാണ് ഹദീസ് ഉദ്ധരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് മഅൻ എന്നാണ്. മഅൻ എന്നാണ് ഇബ്നു യസീദ്, മഅൻ ഇബ്നു യസീദ്. യസീദിൻ്റെ മകൻ മഅൻ. യസീദ് ആരുടെ മകനാ? അഖ്നസിൻ്റെ മകനാണ്. അപ്പം അഖ്നസിൻ്റെ മകൻ യസീദിൻ്റെ മകൻ മഅനിൽ തൊട്ടാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. പക്ഷെ ഇവിടെ റളിയല്ലാഹു അൻഹും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് അവരുടെ പിതാവിൻ്റെ യസീദിൻ്റെ കുട്ടിയുടെ പേരിലാണ് വിളിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇവരെ റളിയല്ലാഹു അൻഹും എന്നാണ് പറയുന്നത്. ഹദീസ് പണ്ഡിതന്മാർ ഇവരെ പേര് പറയുമ്പോൾ റളിയല്ലാഹു അൻഹും എന്നാണ് പറഞ്ഞത്. കാരണം എന്താ? മൂന്നാളും സഹാബി. അങ്ങനെ റയർ കേസുള്ളൂ. വാപ്പ സാധാരണ ഹദീസ് നിർദ്ധരിക്കണോടത്ത് എന്താണ് അതിൽ മകൻ വാപ്പ സഹാബി ഉണ്ടാവും, മകനും സഹാബി. ജാബിർ റളിയല്ലാഹു പറഞ്ഞ പോലെ പേരക്കുട്ടി കൊണ്ട് സഹാബി ആവുന്ന ചരിത്രം വളരെ കുറവാണ്. ഇവിടെ മഅൻ എന്ന് പറഞ്ഞ അബി യസീദ് എന്ന സഹാബി പേരക്കുട്ടിയാണ്. അദ്ദേഹം യസീദിനെ വിചാരിക്കുക, അദ്ദേഹം സഹാബിയാണ്. അദ്ദേഹത്തിൻ്റെ വാപ്പ അഖ്നസും സഹാബിയാണ്. അപ്പോൾ മൂന്നാൾക്കാരും സഹാബി ആയതാണ് റളിയല്ലാഹു അൻഹും എന്ന് പറയാൻ കാരണം. അപ്പോൾ വളരെ ചെറുപ്പത്തിലായിരിക്കും ആരെ കണ്ടിട്ടുണ്ടാവുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബി ഇവർ മൂന്നാളും സഹാബികളാണ്. സഹാബി എന്ന് പറഞ്ഞാൽ എത്ര മതി? ഈമാനോടുകൂടി ഒരു കണ്ണടക്കണ സമയം ആരെ കണ്ടാൽ മതി? റസൂലുള്ളാഹിനെ കണ്ട ആരാണ്? സഹാബിയാണ്. അതല്ലേ ഭാഗ്യം. ഈമാനോടുകൂടി ഒരു കണ്ണടക്കണ സമയം എന്നാ ലഹറത്ത്. അത്ര സമയം റസൂലുള്ളാഹിനെ കണ്ടിരിക്കുന്ന അയാൾ ആരാണ്? അയാൾ സഹാബിയാണ്. അയാൾ ഏറ്റവും വലിയ മഹാനാണ്. അയാൾ ആരാണ്? മൊയ്തീൻ ഷേഖിനെക്കാളും മുകളിലാണ്. കാരണം ആ നൂറ് ഒരു പ്രാവശ്യം കാണാൻ, സെക്കൻഡ് കാണാനുള്ള ഭാഗ്യം ഒരു മനുഷ്യനെ കിട്ടിയിരിക്കണമെങ്കിൽ അത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. അതിനപ്പുറത്ത് ഒരു ഭാഗ്യവും ഇല്ല. അപ്പോൾ സഹാബികളുടെ കൂട്ടത്തിൽ വളരെ കുറഞ്ഞ ഹദീസ് ഉദ്ധരിച്ച സഹാബികളുണ്ട്. ചില ഇബ്നുൽ ജൗസിക്കൊക്കെ കാണാം 5 താഴെ ഹദീസുകൾ ഉദ്ധരിച്ച ആളുകളെ പറ്റി പറയുന്നുണ്ട്. ചെറിയ കുട്ടി സഹാബികൾ, സുധാനത്ത് ചില കുട്ടി സഹാബികളുണ്ടായിരുന്നല്ലോ, അവരൊക്കെ 5 താഴെ ഹദീസുകളാണ് ഉദ്ധരിച്ചിരുന്നത്. അങ്ങനെ 5 താഴെ ഹദീസ് ഉദ്ധരിച്ച 5 വരെ ഹദീസ് ഉദ്ധരിച്ച പണ്ഡിത സഹാബികളുടെ ലിസ്റ്റ് പറഞ്ഞുകൊടുത്ത് ഒരു പേര് പറയുന്നുണ്ട്. ആര്? അബി യസീദ്. അവർക്ക് രണ്ട് ഹദീസുള്ളൂ. ഈ സഹാബിയിൽ നിന്ന് ആകെ 2 ഹദീസുള്ളൂ. അതിലൊരു ഹദീസാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. ഒരു ഹദീസ് ബുഖാരിയിലുണ്ട്, ഒരു ഹദീസ് മുസ്ലിമിലുണ്ട്. അപ്പോൾ ഇവരാണ് സഹാബിയാണ്. കാല അവർ പറയാണ് കാന അബി യസീദു. ആ സംഭവം പറയട്ടോ, ഞാൻ ആ സംഭവം പറയാം. എൻ്റെ പിതാവായ യസീദ് അഖ്റജ ദനാനീറ, കുറച്ച് ദീനാറുകൾ പുറത്തെടുത്തു. തോന്നുന്നു അദ്ദേഹത്തിന് നല്ല പൈസ ഉണ്ടെന്ന് തോന്നുന്നു. പുറത്തെടുക്കാരനെ പെട്ടിന്ന് അഖ്റജാനെ പുറത്തെടുക്കാരൻ എന്താ പെട്ടിയിൽ സൂക്ഷിച്ച കുറച്ച് പണം എന്ത് ചെയ്തു? അത് പുറത്തേക്ക് എടുത്തു. എന്തിനാ കൊടുത്തത്? എത്തസദ്ദഖ് ബിഹ, അതുകൊണ്ട് സ്വതക്ക കൊടുക്കാനായിരുന്നു. എൻ്റെ പിതാവിൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പൈസ അദ്ദേഹം പുറത്തെടുത്തു. അതുകൊണ്ട് സ്വതക്ക കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ പണം പുറത്തെടുത്തത്. അപ്പോൾ സുന്നത്തായ സ്വതക്കാണ്. കാരണം ആണ് ഇവിടെ മനസ്സിലാവുന്നത്, അല്ലാതെ സക്കാത്തല്ല. ഫവല്ലാഹ ഇന്ദ റജുലിൻ, അങ്ങനെ അതെന്ത് ചെയ്തു? അത് ഏൽപ്പിച്ചു. ഇന്ദ റജുലിൻ, ഒരു വ്യക്തിയുടെ സമീപത്ത്, ഫിൽ മസ്ജിദ്, പള്ളിയിലുണ്ടായിരുന്ന. അപ്പോൾ അത് ചിലപ്പോൾ സഹാബിയായിരിക്കാം, കാരണം ഇവരൊക്കെ സഹാബിയാണല്ലോ. അപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ പിതാവായ യസീദ്, മനസ്സിലാവുണ്ടോ? മനസ്സിലാണില്ലേ? അദ്ദേഹത്തിൻ്റെ പിതാവായ യസീദ് വീട്ടിൽ നിന്ന് കുറച്ച് പണം എടുത്തിട്ട് കയ്യിൽ പിടിച്ച് പള്ളിയിൽ വന്ന് പള്ളിയിലുണ്ടായിരുന്ന ഒരു സഹാബി എന്ത് ചെയ്തു? ഏൽപ്പിച്ചു. ഞാൻ സഹാബി എന്നാണ് വിശ്വസിക്കുന്നത്. കാരണം എന്താണ്? ഇനി സഹാബി ആകാം, കാരണം ഇവർ സഹാബിയാണ്, അവർ സഹാബി ആവാം. അല്ലെങ്കിൽ സഹാബിയാണ്, കാരണം റസൂലുള്ളാഹിന്റെ കാലത്താണ് സംഭവം ഉള്ളത്. അപ്പോൾ ഒരു സഹാബിയെ എന്ത് ചെയ്തു? ഏൽപ്പിച്ചു. എന്തിനാ ഏൽപ്പിച്ചത്? ഈ പണം എന്ത് ചെയ്യണം? ആവശ്യമുള്ള ആളുകൾക്ക് നീ സ്വതക്ക ചെയ്യണം, അർഹരായ ആളുകൾക്ക് നീ സ്വതക്ക ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കൊടുക്കാതെ വേറെ ആൾ ഏൽപ്പിച്ചു. ശരിക്കും സ്വതക്ക ചെയ്യണത് അങ്ങനെയും ചെയ്യാം കേട്ടോ. എന്താണ്? ഇപ്പം നമ്മളൊരു പണം സ്വതക്ക കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളെ വേണ്ടപ്പെട്ട ആളെ ഏൽപ്പിച്ചിട്ട് ഈ ഇത് അവിടെ കൊടുത്താണ്ട് എന്താ, അയാൾക്കും കിട്ടും കൂലി, നമുക്കും കിട്ടും കൂലി. അയാൾക്ക് പറഞ്ഞാൽ കൊടുത്ത ആളെ കൂലി കിട്ടും, കൈമാറ്റം ചെയ്യുന്ന ആൾക്കും എന്ത് ചെയ്യും? കൂലി കിട്ടും.
നമുക്ക് നല്ല നീയത്ത് അയാൾ എന്ത് ചെയ്യാം, നമുക്ക് പങ്കെടുപ്പിക്കാം. പക്ഷെ ആരും അറിയാതിരിക്കാൻ വേണ്ടി ചിലപ്പോൾ എന്ത് ചെയ്യാം, നമുക്കിത് സ്വകാര്യമായി കൊടുക്കുകയും ചെയ്യാം. അപ്പം ഈ സഹാബി എന്ത് ചെയ്തു, പള്ളിയിലൊരു സഹാബിനെ ഏൽപ്പിച്ചിട്ട് പള്ളിയിൽ ആ കാശ് വിട്ട് ആ സഹാബി ഇരിക്കുകയാണ്. കാരണം ഇത് അർഹരായ ആളുകൾക്ക് കൊടുക്കാനാണ്. അപ്പോൾ അബി യസീദ്, അതായത് മകനായ അബി യസീദ്, മഅൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം പറയാണ് ഫജ്അത്തു, അങ്ങനെ എന്ത് ചെയ്തു, ഞാൻ ആ പള്ളിയിൽ ഏൽപ്പിച്ച ആ സഹാബിൻ്റെ അടുത്തേക്ക് പോയി. ഫഅഖദതുഹ, അതിൽ നിന്ന് കുറച്ച് പൈസ ഞാനും വാങ്ങി. ആര്? മോനെ. വാപ്പ സ്വതക്ക കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ച പണം എന്ത് ചെയ്തു, മകൻ പോയാണ്ട് എനിക്ക് കുറച്ച് പൈസ ഇന്ന് വേണം, ആവശ്യൻ്റെ അടുത്ത് എന്ത് ചെയ്തു, ആ കുറച്ച് പണം എന്ത് ചെയ്തു, മകൻ വാങ്ങി. ഫഅതൈതുഹു, എന്നിട്ട് എന്ത് ചെയ്യും, അതുമായി ഞാൻ എന്ത് ചെയ്തു, എൻ്റെ പിതാവിനെ സമീപിച്ചു. അപ്പോൾ വാപ്പാൻ്റെ അടുത്ത് പോയപ്പോൾ ഞാൻ പള്ളിയിൽ നിന്ന് ഞാനും നിങ്ങളെ ഏൽപ്പിച്ച ആളത്ത് കുറച്ച് പൈസയൊക്കെ ഞാനും വാങ്ങിക്കണം വാപ്പ എന്ന് ആരോട് പറഞ്ഞു, വാപ്പാനോട് പറഞ്ഞു. ശരിക്കും വാപ്പാക്ക് ദേഷ്യം ഓടിക്കൂലേ? എന്താ സ്വതക്കം എടുക്കാൻ വേണ്ടി ഏൽപ്പിച്ച കാശിന്ന് മോൻ തന്നെ എന്ത് ചെയ്യും, ഒരു വിധം പറ്റിക്കാണ്ട് എവിടേക്ക് വരികയാണ്, വീട്ടിലേക്ക് വരികയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ പിതാവ് പറഞ്ഞു, വല്ലാഹി മാ ഇയ്യാക്കറത്ത, പടച്ചോനാ സത്യം, എനിക്ക് തരാൻ അതിൽ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് ആര് പറഞ്ഞു? വാപ്പ പറഞ്ഞു. അപ്പം മകൻ പറഞ്ഞു, നിങ്ങളവിടെ അർഹരായ ആളുകൾക്ക് ആവശ്യക്കാർക്ക് കൊടുക്കാൻ ഏൽപ്പിച്ചതല്ലേ, അപ്പം ഞാൻ എന്ത് ചെയ്തു, ആവശ്യക്കാരനാണ്, അപ്പം ഞാൻ അവിടുന്ന് വാങ്ങിയെന്ന് പറഞ്ഞു. അപ്പം വാപ്പ പറഞ്ഞു, ഞാൻ അന്നെ ഉദ്ദേശിച്ചിട്ടില്ലല്ലോ, എനിക്ക് തരാൻ എനിക്ക് ഇവിടുന്ന് കൊടുത്താൽ പോരെ അല്ലേ, ഇത് വേറെ അർഹരായ ആൾക്കാർക്ക് കൊടുക്കാനല്ലോ, നിന്നെ അല്ലല്ലേ ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ എന്ത് ചെയ്തു, ഇവർ തമ്മിൽ എന്തായി, വാപ്പി മുഖം തമ്മിൽ എന്ത് ചെയ്യും, ആ വിഷയത്തിന് അഭിപ്രായത്തിൽ. അപ്പം ഇത് ഇന്ന മകൻ എടുത്തുകൊണ്ടെന്നോണ്ടൊക്കെ എന്നെ കൂലി കിട്ടോ? അല്ല, മകൻ എടുത്തതിൻ്റെ പ്രശ്നമുണ്ടല്ലോ, മകൻ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഉദ്ദേശം ശരിയാവോ, എൻ്റെ പ്രതിഫലം നഷ്ടപ്പെടുമെന്നാണ് വാപ്പാൻ്റെ അടുത്ത്. അങ്ങനെ എന്ത് ചെയ്തു, ഫഖാസംതു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ എന്ത് ചെയ്തു, ഖാസമാറിന് എന്താ, ഖാസമാർ പരസ്പരം തർക്കിക്കാന്ന്. അപ്പം ഭയങ്കര അഭിപ്രായ വ്യത്യാസം ആ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലാണ്. അപ്പം അങ്ങനെ ആ തർക്കവുമായി ആരത്തേക്ക് എത്തി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്തേക്ക് എത്തി. അപ്പോൾ എൻ്റെ പിതാവിനോട് നബിതങ്ങൾ പറഞ്ഞു, ലക്കമാ നവൈത യാ യസീദ്, നീ ഉദ്ദേശിച്ച നീയത്തിനൊക്കെ കിട്ടും. നീ എന്താ ഉദ്ദേശിച്ചത്, അർഹരായ ആളുകൾ കൊണ്ടേക്കോട്ടെ എന്നല്ലേ, അതുകൊണ്ടേ അയാൾ അർഹരായ കൊണ്ടേ കൂട്ടത്തിൽ ആരും പെട്ടു, നിന്റെ മോനും പെട്ടു. അപ്പൊ നിന്റെ നീയത്തിന് എന്തില്ല, അവിടെ ഒരു കുറവുമില്ല, നിന്റെ പ്രതിഫലത്തിന് എന്തില്ല, ഒരു കോട്ടവും തെറ്റുന്നില്ല. കാരണം നിന്റെ നീയത്ത് ആ അർഹർക്ക് എത്തിക്കാന്നുള്ളതാണ്. അത് നീ എത്തിച്ചു, അത് ഞാൻ എൻ്റെ മോനെടുത്തു എന്നൊന്നും എന്ത് ചെയ്യണ്ട, നീ നോക്കണ്ട. അതുകൊണ്ട് എന്തുണ്ട്, നിനക്ക് നീ സ്വതക്ക ചെയ്തതിൻ്റെ കൂലി നിനക്കുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താ പറഞ്ഞേ, ലക്കമാ നവൈത യാ യസീദ്, നിനക്ക് നീ നിയത്ത് ചെയ്തതിൻ്റെ കൂലിയുണ്ട്. മോനോടെന്താ പറഞ്ഞേ, മോനോടെന്താ പറയാ, മോനോടെന്താ പറയാ, നമ്മളാണ് എന്താ പറയാ, മോനോടെന്താ പറയാ, തൽക്കാലം മണിക്ക് കൊടുത്താണ് ഞാൻ എടുത്തു അങ്ങനെ പറയാ? അല്ല, മോനോടെന്താ പറഞ്ഞേ, വലക്കമാ അഖദത്ത യാ മഅൻ, നീ സ്വീകരിച്ചത് നിനക്കുള്ളത് തന്നെ, നിനക്കുള്ള അർഹതപ്പെട്ട ആ കാശ് നീ ഉപയോഗിച്ചോ എന്നാണ് ആരോട് പറഞ്ഞത്? മകനോട് പറഞ്ഞേ. കാരണം എന്താ, മകൻ അത് സ്വഹിയായ രൂപത്തിലാണ് വേങ്ങിയിട്ടുള്ളത്. മകൻ എങ്ങനെ വേങ്ങിക്കണേ, നിന്റെ പിതാവ് ഇവിടെ ആവശ്യക്കാർക്ക് തരാൻ വേണ്ടി ഏൽപ്പിച്ച ഞങ്ങളെടുത്തേക്ക് എനിക്ക് കുറച്ച് നല്ല ആവശ്യമുണ്ടാണ്, കുറച്ച് കായ് എനിക്ക് തരണം എന്ന് പറഞ്ഞിട്ടാണ് ആര് വേങ്ങിയത്, മകൻ വേങ്ങിയത്. അപ്പോൾ മകൻ വേങ്ങിയ വഴി സഹിയാണ്, അനുമതിയാണ്. അപ്പോൾ നീ സഹിയായ രൂപത്തിൽ വേണം. അല്ലേ മകൻ പറയാം, ഇതിൻ്റെ വാപ്പാൻ്റെ കാശാണ്, ഇങ്ങോട്ട് കൊണ്ടോ, അന്നാതെ ഏൽപ്പിച്ച് എനിക്ക് തന്നെ എനിക്കത് വേണമെന്നുണ്ടെന്ന് പിടിച്ചറിച്ച് കൊടുക്കുന്നതല്ല. അർഹതയിൽപ്പെട്ട ആളാണ് ഞാൻ, അതുകൊണ്ട് ഞാൻ തരാൻ പറ്റുമെങ്കിൽ ഞാനും വലിയ അർഹനാണ് എന്ന് പറഞ്ഞിട്ട് മകൻ എന്ത് ചെയ്തു, ആ കാശ് വാങ്ങിയതാണ്. അപ്പോൾ റസൂൽ പറഞ്ഞ്, വലക്ക മാ അഖദത്ത യാ മഅൻ, നീ സ്വീകരിച്ചത് നിനക്ക് അർഹതപ്പെട്ടാണ്, അത് നീ എടുക്കുകയും ചെയ്യുക. വാപ്പാണ് പറഞ്ഞു, നീ നിയത്ത് വെച്ച് നിനക്ക് നിന്റെ കൂലി കിട്ടുകയും ചെയ്യും.
അപ്പം എന്താ ഉണ്ടായത്? സ്വതൊക്കെ പെരീക്ക് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്തു? ഒരു കുടുംബം കൂലി വാങ്ങി. അവിടെ എന്താ കാരണം? നീയത്താണ്. അപ്പം മക്കൾ അർഹരപ്പെട്ടവരാണെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് മക്കൾക്കും എന്ത് ചെയ്യാം? സ്വതക്ക കൊടുക്കാം. അല്ലെങ്കിൽ പെൺമക്കളുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാം, ആൺകുട്ടികൾക്ക് കൊടുക്കാം, എല്ലാവർക്കും കൊടുക്കാം. അവന് അർഹതാണെങ്കിൽ അവർക്ക് കൊടുക്കാം. സക്കാത്ത് കൊടുക്കാൻ പറ്റില്ല. നിർബന്ധമായ ചിലവ് വഹിക്കേണ്ട ആളുകളുണ്ടെങ്കിൽ. അപ്പോൾ അത് ചിലവ് നിർബന്ധമാണ് റിലേറ്റഡ്, മസല മാറും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെ കൊടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ നീയത്തുണ്ടെങ്കിൽ എന്താണ്? അതിന് കൂലിയുണ്ട്. നമ്മുടെ ഉദ്ദേശം എന്താ? അത് അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ഉപയോഗിക്കേണ്ട ആളുകൾക്ക് ഉപയോഗിക്കപ്പെടട്ടെ എന്നുള്ളതാണ്. അപ്പം ഇവിടെ ഇതിൻ്റെ ബേസ് നീയത്താണ്. അപ്പം നീയത്ത് സംഗതി വലിയൊരു സംഭവമാണ് എന്നാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത് നമ്മൾ നീയത്തിനനുസരിച്ച് നമ്മൾ എല്ലാ കാര്യങ്ങളും നടക്കുന്നതെന്ന് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത ഹദീസിൽ മനസ്സിലാക്കാം. അള്ളാഹു നമ്മൾ നന്നാക്കി തരട്ടെ. നമ്മൾ പറഞ്ഞു കേട്ടാലും അള്ളാഹു സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി പിന്നീട് വിശദീകരിക്കാം.